ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 22 ബുധനാഴ്ചയാണ്. അപ്പം നാളെ വീക്കിലി എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ. അപ്പം ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു വോളറ്റിലിറ്റി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നമുക്കറിയാം. മാർക്കറ്റ് സിവിയർ ആയിട്ടുള്ളൊരു ഫോള് നടക്കുന്ന ഒരു സമയമാണ്. അപ്പം 2024 ഡിസംബർ 13 13 ഹൈയിൽ നിന്നും ജനുവരി 13 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോള്, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും നമുക്കറിയാം അമേരിക്കയിലെ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ മാർക്കറ്റിൽ ഗ്ലോബലി തന്നെ മാർക്കറ്റ് എല്ലായിടത്തും ഒന്ന് മാർക്കറ്റിനെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഇവിടെയും മാർക്കറ്റിൽ ഒരു കനത്ത ഇടിവ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പൊ പണ്ടേ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മാർക്കറ്റിലും ഇതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ Q3 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാർക്കറ്റ് പ്രതീക്ഷിച്ച അതുപോലത്തെ ഒരു ആശാവഹമായിട്ടുള്ള റിസൾട്ടുകളല്ലായിരുന്നു Q3 റിസൾട്ടുകൾ. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ഗ്ലോബലി ഉള്ള ഒരു അൺസർട്ടനിറ്റി, ഇപ്പൊ ട്രംപിന്റെ നയങ്ങള്, അതുകൂടാതെ ഇപ്പൊ നമ്മുടെ Q3 റിസൾട്ടുകൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേനും മാർക്കറ്റിനെ അടിച്ച് താഴെയിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിൽ ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാർക്കറ്റ് ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിഫ്റ്റി ഇതാണ് ജനുവരി 13 ലോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കി അറിയാം, ഏകദേശം 23,051. മാർക്കറ്റ് ഇപ്പൊ ഇന്നലെ ചൊവ്വാഴ്ച ആ ലെവലും ബ്രേക്ക് ചെയ്താണ്. ഒരു ബിഗ് എലിഫന്റ് റെഡ് ക്യാൻഡിലാണ്. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു വലിയൊരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് 1, 2, 3, 4, 5, 6 ദിവസങ്ങളിലെ ക്യാൻഡിലുകളെ മുഴുവനും പൂർണ്ണമായിട്ട് വിഴുങ്ങിക്കൊണ്ടുള്ള ഒരു വലിയൊരു ബിഗ് റെഡ് ക്യാൻഡിലാണ് നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഫോം ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇനിയും ഇന്നിപ്പം ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട്, ഇപ്പം ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയായിട്ട് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് എന്തുമാത്രം താഴോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഇപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഇപ്പം ഇവിടെയൊന്നും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ള ലെവലുകൾ കാണുന്നില്ല. അടുത്ത വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒത്തിരി താഴെയാണ്. അതായത് ഏകദേശം 21,900. അപ്പം ഒരു മാർക്കറ്റ് ഇനി ഒരു 1000 പോയിന്റ് കൂടെ പൊട്ടിയെങ്കിൽ മാത്രമേ ആ സപ്പോർട്ടോട് എത്തത്തുള്ളൂ. അപ്പൊ 1000 പോയിന്റ് ഒക്കെ പൊട്ടുന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ ബ്ലഡ് ഷെഡ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ കെയർഫുൾ ആയിട്ട് വേണം കോൾ സൈഡിലോട്ട് പോകാനായിട്ട്. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. മാർക്കറ്റ് ഒരു ഷോർട്ട് കവറിങ് വരും അല്ലെങ്കിൽ റിക്കവറി വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ യാതൊരു കാരണവശാലും മാർക്കറ്റ് ഓപ്പണിങ്ങിൽ നിങ്ങളൊരു കോൾ ഓപ്ഷൻ മേടിക്കരുത്. ഓപ്ഷനിലും നിങ്ങൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ ജനുവരി 13 ലെവല് ഇപ്പൊ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൊണ്ട്, നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിക്ക് അതായത് ജനുവരി 13 ഒരു ലോയുടെ സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഇന്ന് നിഫ്റ്റിയെ താങ്ങി നിർത്താൻ സാധ്യതയുള്ള ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് ഇത്രയും ദിവസങ്ങളുടെ സപ്പോർട്ട് ഇനി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവൽ, അതായത് 47,903 എന്നുള്ളതാണ് ജനുവരി 13 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. അപ്പം നിങ്ങൾ ഈ ഒരു ലെവൽ വാച്ച് ചെയ്യുക. അതിന് മുന്നേ ബാങ്ക് നിഫ്റ്റിക്ക് ജനുവരി 17 ഫ്രൈഡേയിലെ ലെവൽ ലോ ഉണ്ട്. അപ്പം ഈ ലോയും കൂടെ ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇച്ചിരി നീണ്ട ലോവർ വീക്ക് ഉള്ള ഒരു ക്യാൻഡിലാണ് ജനുവരി 17 ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേനും ആദ്യത്തെ സപ്പോർട്ട് നിഫ്റ്റിയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ, അതായത് ബാങ്ക് നിഫ്റ്റി 48,326 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ വരുമ്പോൾ നിഫ്റ്റി സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ യാതൊരു കാരണവശാലും നിഫ്റ്റിയിൽ ബ്ലൈൻഡ് ആയിട്ട് കയറി നിങ്ങൾ പുട്ട് ഓപ്ഷൻ നിങ്ങൾ മേടിക്കരുത്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവലും കൂടെ വാച്ച് ചെയ്യണം. കാരണം ഈ ഒരു ലെവലുകളും മിക്കവാറും നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം നാളെ എക്സ്പയറി ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു സൈഡ് വേസ് മൂവ്മെന്റും ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്ന്
വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. താങ്ക് യു ഗൈസ്.